ഹലോ വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. JC ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th CBSEയിലെ സോഷ്യൽ സയൻസിലെ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ദ വില്ലേജ് ഓഫ് പാലംപൂർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾ ഇതുവരെ ട്യൂഷനൊന്നും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഇപ്പം നിങ്ങളുടെ നാട്ടിനകത്ത് ഓഫ്ലൈൻ സെൻറ്ററുകളൊക്കെ വളരെ അപൂർവമായിരിക്കില്ലേ. CBSE ക്ലാസ്സുകളൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ അത്തരത്തിലേക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകളൊന്നും അവൈലബിൾ അല്ലെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഒരു കിഡിലൻ ബാച്ച് ഒരുങ്ങിയിട്ടുണ്ട്. ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ്, നിഞ്ച ബാച്ചാണ്. ഏകദേശം ഒരു 20,000-ഓളം കുട്ടികൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ആൾക്കാരും താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ നിഞ്ച ബാച്ച് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിഞ്ച മാത്രമല്ല, 8, 9, 10 ക്ലാസ്സുകളിലുള്ള എല്ലാ ക്ലാസ്സുകളിലും, ഇതുപോലെ സ്റ്റേറ്റ് CBSE എല്ലാ ക്ലാസ്സുകളിലും +1 +2 ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നിഞ്ചയുടെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവർക്കൊക്കെ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക കേട്ടോ. അതിനകത്ത് ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, കാര്യങ്ങൾ, എക്സാമുകൾ, അതേപോലെ തന്നെ ടീച്ചേഴ്സിനോടൊക്കെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ മക്കൾക്ക് ചോദിക്കണമെങ്കിൽ അതിനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതുവരെ ട്യൂഷനൊന്നും പോകാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബെറ്റർ ഓപ്ഷനാണ് നമ്മുടെ നമ്മുടെ നിഞ്ച ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ. അത് ആദ്യം നിങ്ങളോട് പറയാണ്. ഇനി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു ചാപ്റ്ററിനകത്ത് എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇന്ത്യൻ എക്കോണമി തന്നെയാണ് അല്ലേ ഈ പറയുന്ന വില്ലേജ് പാലംപൂർ എന്ന് പറഞ്ഞാൽ. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ളൊരു വില്ലേജാണ്, ഒരു ഇമാജിനറി ആയിട്ടുള്ളൊരു വില്ലേജാണ്. ആക്ച്വലി ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെയാണ് ഒരു വില്ലേജ് എക്കോണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഏറ്റവും മെയിനായിട്ട് നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദ ഗ്രീൻ റവല്യൂഷൻ ആണ്. ദ ഗ്രീൻ റവല്യൂഷൻ, ഇന്ത്യക്കകത്തുള്ള ഗ്രീൻ റവല്യൂഷൻ അല്ലേ, ഇന്ത്യക്കകത്തുള്ള ഗ്രീൻ റവല്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, മക്കളെ, ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്നുണ്ട് കുട്ടികളുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. റൈറ്റ് ആൻസർ ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആരായിരിക്കും അതിന് റൈറ്റ് ആൻസർ നൽകുന്നത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ ഒന്ന് മെൻഷൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ദ സ്റ്റോറി ഓഫ് വില്ലേജ് പാലംപൂരിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതിനകത്ത് മക്കൾ ശ്രദ്ധിക്കണം, ഗ്രീൻ റവല്യൂഷൻ വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു അഗ്രികൾച്ചർ സിസ്റ്റം എങ്ങനെയാണ്? കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ സൊസൈറ്റിയാണ്. കാരണം ഇന്ത്യയിൽ മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെയാണ് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. കുറേ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് അഗ്രികൾച്ചർ. അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ ഒരു നമ്മുടെ ഒരു ഫാമിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷന് മുൻപാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. ബിഫോർ 1960s 1960s മുൻപാണെങ്കിൽ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡാണ്. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അനാലിസിസ് ചെയ്യണം. എന്നാലാണ് ശരിക്കും ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ചേഞ്ചുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിൽ ഫസ്റ്റ് വൺ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ പറഞ്ഞ ട്രഡീഷണലാണെങ്കിൽ അന്ന് അവർ യൂസ് ചെയ്യുന്ന സീഡ്സുകൾ എന്ന് പറഞ്ഞാൽ അത് ട്രഡീഷണൽ വെറൈറ്റി സീഡ്സുകളാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള സീഡ്സുകളാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി അവിടുത്തെ ഇറിഗേഷൻ എന്ന് പറഞ്ഞാലോ ഇതുപോലെ തന്നെ റിക്വയർഡ് ലെസ് വാട്ടർ ആണ്. ഇത് ഇറിഗേഷൻ ഒന്നും അത്ര വലിയ ഡെവലപ്ഡ് ഒന്നല്ല, ഒരു ലെസ് വാട്ടർ ഫെസിലിറ്റീസ് ഒക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ജസ്റ്റ് ആ പിക്ചറിലൂടെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടും. കണ്ടില്ലേ, പമ്പ് സെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പകരം ആളുകൾ തന്നെ കൈകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ എത്രത്തോളം ഇവർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചൊക്കെ. അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ എൻ്റെ മക്കൾക്ക് ഒന്ന് മനസ്സിലേക്ക് വരിക. ഇത്ര വലിയ ഏരിയ എങ്ങനെ ഇവരൊക്കെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നനയ്ക്കും എന്നൊക്കെ മക്കളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി അതേപോലെ തന്നെ മക്കൾ ശ്രദ്ധിക്കുക, അവിടെ യൂസ് ചെയ്ത ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തത് നാച്ചുറൽ ആണ്. എക്സാമ്പിൾ കൗഡഗ്, അതുപോലെ തന്നെ കമ്പോസ്റ്റ് അല്ലേ, ഈ പറയുന്ന കൗഡഗ്, കമ്പോസ്റ്റ്, ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്തിരുന്ന ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇത് മാത്രം നമുക്ക് മതിയോ, അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ അത് മാത്രം മതിയോ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ആ സമയത്ത് ഇൻപുട്സ് ആണെങ്കിൽ മോസ്റ്റ്ലി അവൈലബിൾ ഓൺ ഫോം മാർക്കറ്റ് അല്ലേ. ഇനി അത് കൂടാതെ അതിൻ്റെ റിസൾട്ട് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലേക്കുള്ള ഒരു ട്രഡീഷണൽ ഫാമിംഗ് കൊണ്ടുണ്ടായ റിസൾട്ട് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ ഇവിടെ കാണാൻ പറ്റും ലോ ക്രോപ്പ് ഈൽഡാണ്. മക്കളെ സാധനം ലോ ക്രോപ്പ് ഈൽഡാണ്. അതായത് വിളവൊക്കെ വളരെ കുറവായിരുന്നു. ഭയങ്കരമായിട്ടുള്ള ഇതുപോലെ തന്നെ ക്രോപ്പിൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ഈൽഡിനൊക്കെ ഭയങ്കര കുറവായിരുന്നിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതായിരുന്നു ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ കാലഘട്ടത്തിൽ തന്നെ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് ഇന്ത്യ. സോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോരാ അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ചേഞ്ച് ചെയ്യണം.
ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഇന്ത്യക്കകത്ത് അഗ്രികൾച്ചർ സെക്ടറിനകത്ത് കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. അത് നമുക്കൊരു ചേഞ്ച് വേണമല്ലോ, അതിനൊന്ന് ഡെവലപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ പറഞ്ഞ 1960s അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇത് സ്റ്റാർട്ട് ചെയ്തത് ലേറ്റ് 1960s ആണ്. 1960s ലാസ്റ്റ് എന്തെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെയാണ് ഗ്രീൻ റവല്യൂഷൻ ഇന്ത്യക്കകത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഒരു മെയിൻ എയിം എന്താണ് നമുക്ക് നോക്കണം. ആ സമയത്ത് എന്തായിരുന്നു നമ്മുടെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം എന്താണ്? എയിം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇൻക്രീസ് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. അത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അതിൽ മെയിനായിട്ടും ഏതൊക്കെയാണ്, ഒന്ന് വീറ്റ്, അതേപോലെ തന്നെ എന്താണ് റൈസ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നോക്കുക, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തരത്തിലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോളൂ, ഭയങ്കരമായിട്ട് നിങ്ങൾ നോക്കുക, അതൊക്കെ ഉണ്ട്, ഭയങ്കര ബൾക്കായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താണ് ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അതിനുവേണ്ടി അവർ എന്താണ് യൂസ് ചെയ്തത്, ഹൈ ഈൽഡ് ഓഫ് വെറൈറ്റി സീഡ്സുകളാണ്. ഹൈ ഈൽഡിങ് വെറൈറ്റി സീഡ്സുകളാണ്. ഇത് ഭയങ്കരമായിട്ട് ഈൽഡ് ഉണ്ടാകുന്ന, നല്ല വിളവ് കിട്ടുന്ന, നല്ല എന്താണ് ഇതുപോലെ തന്നെ സീഡ്സുകളാണ് എന്ത് ചെയ്യുന്നത് അവർ ഉപയോഗിച്ചിരുന്നത് കേട്ടോ. ട്രഡീഷണലൊക്കെ മാറ്റിയിട്ട് നല്ല HYV അല്ലേ, ഹൈ ഈൽഡ് ഓഫ് വെറൈറ്റി സീഡ്സുകളാണ് അവർ എന്ത് ചെയ്തത് യൂസ് ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ നോക്കുക, അഗ്രികൾച്ചറിനകത്ത് വേറെയും കുറേ ചേഞ്ചസ് വന്നു. അതിലൊന്നാണ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ പെസ്റ്റിസൈഡ്സ് എന്ത് ചെയ്തു അവർ യൂസ് ചെയ്തിട്ടു. അതുവരെ നാച്ചുറൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് അവർ യൂസ് ചെയ്തതെങ്കിൽ അതിൽ നിന്ന് മാറി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ പെസ്റ്റിസൈഡ്സുകൾ എന്ത് ചെയ്തു യൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, ഇതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലേക്ക് കൃഷിയിലൊക്കെ എന്തെങ്കിലും തരത്തിലേക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതിരിക്കാൻ മുൻകൂട്ടി തന്നെ ഇതുപോലെ തന്നെ എന്താണ് ഈ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ എന്താണ് അവർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെയൊക്കെ എന്ത് ചെയ്യാണ്, നമുക്ക് ഇതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റുകൾ നമുക്ക് ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ക്രോപ്സ് ഒക്കെ തന്നെ എന്താണ് കൂടുതലായിട്ടും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി അത് കൂടാതെ നോക്ക് ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ അല്ലേ, ഇംപ്രൂവ്ഡ് ഇറിഗേഷൻ. ആ സമയത്ത് ഈ ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഒക്കെ എന്താണ് വളരെ അടിപൊളിയായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഈ പമ്പ് സെറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ എന്ത് ചെയ്തു നമ്മൾ വന്നു എന്നുള്ളതാണ്. ഇനി അത് കൂടാതെ ഫാം മെഷീനറീസ്, അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് അഡോപ്റ്റ് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ പഞ്ചാബ്, ഹരിയാന, UP ഈ സ്റ്റേറ്റിലാണ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി ഇതിനകത്ത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച മോഡേൺ ഫാമിംഗ് മെത്തേഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ സമയത്ത് ഉപയോഗിച്ച ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിച്ച മോഡേൺ ഫാമിംഗ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, HYV സീഡ്സ് ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അത് കൂടാതെ നോക്കിയോളൂ, HYV സീഡ്സ് ഉണ്ട്, അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സ് ഉണ്ട് അല്ലേ, അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ ഡാംസ്, ഇലക്ട്രിസിറ്റി അല്ലേ, ഇതൊക്കെ കൂടി നമുക്ക് പറയാൻ പറ്റും. ഇറിഗേഷൻ ഫെസിലിറ്റീസ് അല്ലേ, ഈ പറഞ്ഞ എന്താണ് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഇറിഗേഷണൽ ഫെസിലിറ്റീസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി ഫാം മെഷീനറീസും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അടിപൊളി സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഈ മോഡേൺ ഫാമിംഗ് മെത്തേഡ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള എന്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ നിങ്ങൾ നോക്കിയാൽ മതി, നമ്മുടെ ടെക്സ്റ്റിനകത്ത് വില്ലേജ് ഓഫ് പാലംപൂരിനകത്ത് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വില്ലേജ് ഓഫ് പാലംപൂരിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഈൽഡിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കാം. ഈൽഡ് ഓഫ് വീറ്റ് ഗ്രോൺ ഫ്രം ട്രഡീഷണൽ വെറൈറ്റീസ് വാസ് 1300 കിലോ per hectares. With HIV seeds, the yield went up to 3200 കിലോ പെർ ഹെക്ടേഴ്സ്. മക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ അവിടെ പാലംപൂരിനകത്തൊക്കെ ചെയ്ത സമയത്ത് അന്ന് കിട്ടിയിരുന്നത് ഏകദേശം ഒരു 1300 കിലോ അല്ലെ, കിലോ പെർ ഹെക്ടേഴ്സ് ആണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഗ്രീൻ റവല്യൂഷന് ശേഷം അവിടെ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3200 കിലോ പെർ ഹെക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആദ്യം ഉള്ളതിനേക്കാൾ ഏകദേശം ഒരു ഡബിൾ ആയിട്ട് നമ്മുടെ ഈൽഡ് എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. എവിടെ വില്ലേജ് പാലംപൂരിനകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ റവല്യൂഷനകത്ത് ഉണ്ടായ വലിയൊരു ചേഞ്ച് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അതായത് എത്രയായിട്ടാണ് ഭയങ്കരമായിട്ട് ഡബിളായിട്ട് എന്ത് ചെയ്യാണ് നമ്മുടെ ഈൽഡ് ഇതുപോലെ തന്നെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നിങ്ങൾ നോക്ക്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ദർ ആസ് എ ലാർജ് ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് അല്ലേ. വീറ്റ് പ്രൊഡക്ഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട് വലിയ തരത്തിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾ നോക്കിയാൽ ഈ ഫാമേഴ്സ് ഒക്കെ തന്നെ മെയിനായിട്ട് ഇതുപോലെ തന്നെ വലിയ തരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ പറഞ്ഞ സർപ്ലസ് പ്രൊഡക്ഷൻ ഒക്കെ വീട്ടിനകത്ത് ഉണ്ടായിട്ട് അതൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, വലിയൊരു ബൾക്കായിട്ട് മാർക്കറ്റിനകത്ത് അവർക്ക് സെയിൽ ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്, ഈ വില്ലേജ് ഓഫ് പാലംപൂർ ഉണ്ടാകുന്നത്. ഇത് ടോട്ടലി നമ്മുടെ ഗ്രീൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം എൻ്റെ മക്കൾ, ഈ പറയുന്ന ഗ്രീൻ റവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സുകളായിട്ടുള്ള ഈ ഫീച്ചേഴ്സൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളത് പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതൊക്കെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോണം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ മക്കളെ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ളതാണ് സൈലത്തിൻ്റെ പ്രധാനപ്പെട്ട ആപ്പിലെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിനകത്ത് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ ഈ പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതൊന്നും സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊരു ഓർഡറിലൊന്നും നമുക്ക് കിട്ടിക്കോണമെന്നില്ല. ഓരോ ചാപ്റ്ററിനകത്തും ഓരോ ചാപ്റ്റർ വൈസ്, ഓരോ സബ്ജക്റ്റിനകത്തും ഓരോ ചാപ്റ്റർ വൈസ് വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ ആപ്പിനകത്തൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, ആ ചാപ്റ്റേഴ്സിനകത്തുള്ള ഓരോ ക്ലാസ്സുകളും എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഓർഡറിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഈ പറയുന്ന യൂട്യൂബിനകത്തുള്ള ക്ലാസ്സുകളെന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു ഓർഡറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടൊന്നും എൻ്റെ മക്കൾക്ക് അവൈലബിൾ അല്ല. അപ്പോൾ മാക്സിമം മക്കളെ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, ഞാൻ പറയുന്നത് ഒരു വലിയ മാർക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ, 9th ഒരു വലിയൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് നേടണമെന്ന് നിങ്ങൾ ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ, താഴെ കാണുന്ന നമ്പർ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. 9995400800 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ നിഞ്ചയുടെ ഭാഗമായി മാറുക. സോ എല്ലാ ആൾക്കാരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. സോ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നമ്മുടെ പ്രധാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ കൊടുത്തിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ഹു ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊടുത്തിരുന്നു. ഇത് റൈറ്റ് ആൻസർ അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഉടനെ തന്നെ കമന്റ് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് എവരിവൺ, ഓൾ ദി ബെസ്റ്റ്. ബൈ മക്കളെ, കാണാട്ടോ.